എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ദൈവത്തോട് ഓരോ കാര്യങ്ങളും ഓരോ ദിവസം ആവശ്യപ്പെടും, പ്രാർത്ഥിക്കും, അതിനുവേണ്ടി പ്രയത്നിക്കും. നാം പാതി ദൈവം പാതി എന്നുള്ള ആ ഒരു വാചകം നമ്മുടെ ഏവരുടെയും മനസ്സിൽ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അതുണ്ടാകണം. ഏതൊരു കാര്യത്തിനും നമ്മൾ പരിശ്രമിക്കുമ്പോൾ ദൈവം അത് പൂർണ്ണമാക്കി തരും. അപ്പോൾ നമ്മൾ ഓരോ കാര്യത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്, ഓരോരോ കാര്യങ്ങളും സാധിക്കാനായിട്ടുള്ള വഴികളുണ്ട്. അപ്പോൾ നമുക്ക് കുടുംബ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താവുന്ന ഒരു ടിപ്സ് എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നിരുന്നാലും നമുക്ക് എല്ലാവർക്കും ഒരുപോലെ പ്രയോജനമാക്കുന്ന, വീട്ടിലെല്ലാവർക്കും ഒരുമിച്ച് ചെയ്യാവുന്ന ഒരു പ്രാർത്ഥനയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ ആവശ്യങ്ങൾ എന്തു തന്നെ ആയിക്കോട്ടെ, ഇപ്പോൾ നമ്മുടെ പണമാണ് പ്രശ്നം, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിലുള്ള ഉയർച്ച, അല്ലെങ്കിൽ ബിസിനസ്സിലുള്ള തകർച്ച, അല്ലെങ്കിൽ മകളുടെ വിവാഹം, അല്ലെങ്കിൽ സ്ഥലപ്രശ്നം, അങ്ങനെ എന്തു തന്നെ ആയിക്കോട്ടെ, ലൈഫിൽ നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തു തന്നെ ആയിക്കോട്ടെ, അതിന് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം, സന്തോഷപൂർണ്ണമായിട്ടുള്ള ഒരു ജീവിതം ലഭിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ചെറിയൊരു കാര്യം, അതായത് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ കത്തിച്ചു വയ്ക്കുന്ന ഒരു മെഴുകുതിരി. ആ മെഴുകുതിരിയുടെ നിറം, ഓരോ നിറത്തിനും ഓരോ ആവശ്യങ്ങൾ നമുക്ക് സാധിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ റെഡ് കളറിലുള്ള ഒരു മെഴുകുതിരിയാണ് എടുക്കുന്നതെങ്കിൽ, നിങ്ങൾ വളരെയധികം പാഷനേറ്റീവായിട്ട് എന്തിനെങ്കിലും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്, ഒത്തിരി അധികം അത് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റെഡ്, അതായത് ഒരു ചുവന്ന കളർ മെഴുകുതിരി വെച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. വളരെ ശക്തമായി പ്രാർത്ഥിക്കുക, ആ ഒരു മെഴുകുതിരി കത്തിച്ച് ദൈവത്തോട് വളരെ അതിശക്തമായി പ്രാർത്ഥിക്കുക. അപ്പോൾ ആ ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിച്ചു കിട്ടും. ഇനി നിങ്ങളുടെ ഒരു കോൺഫിഡൻസ്, സക്സസ്, ക്രിയേറ്റിവിറ്റി, ഇതിലൊക്കെയുള്ളൊരു വിജയം, അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, ഒരു കരിയർ ഗ്രോത്താണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് ഓറഞ്ച് കളർ മെഴുകുതിരി മേടിച്ചിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. നല്ലതുപോലെ മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ദൈവ പ്രാർത്ഥനയിൽ, കുടുംബ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്നിട്ട് പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സെൽഫായിട്ട് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് യെല്ലോ, അതായത് മഞ്ഞ കളറിലുള്ള മെഴുകുതിരിയാണ് പ്രാർത്ഥിക്കാനായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ, അതിൽ കുറേയധികം മെൻ്റൽ ക്ലാരിറ്റി, അതായത് തെറ്റിദ്ധാരണകൾ, ഓരോ വിട്ടുവീഴ്ചകൾ ചെയ്യാൻ പറ്റാത്ത മനോഭാവം, ഒരു ഹാപ്പിനെസ് ഇല്ലാത്തൊരവസ്ഥ, അതിനെയൊക്കെ മാറ്റി ആ ഒരു വിട്ടുവീഴ്ചകളൊക്കെ ചെയ്ത് നമ്മൾ മെൻ്റലി ക്ലാരിറ്റി, അതായത് ആരുടെയെങ്കിലും എന്തെങ്കിലും വൈരാഗ്യമൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ക്ലാരിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഗ്രീൻ കളർ, അതായത് പച്ച കളർ മെഴുകുതിരിയാണെന്നുണ്ടെങ്കിൽ, നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ഭാഗ്യം, സൗഭാഗ്യകരമായിട്ടുള്ള എല്ലാ അവസ്ഥകളെയും അത് നമ്മളിലേക്ക് തന്നെ കൊണ്ടുവരും. അതായത് ഒരു ഗുഡ് ലക്ക്, അപ്രതീക്ഷിതമായിട്ടുള്ള പണത്തിൻ്റെ കടന്നുവരവ്, ജോലി, സാമ്പത്തിക നേട്ടം, സന്തോഷം, ഇതെല്ലാം ഈ ഒരു കളർ മെഴുകുതിരിക്ക് നമ്മൾ പ്രാർത്ഥിക്കുന്നത് വഴി നമ്മളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. ഇനി പർപ്പിൾ കളറാണ് നിങ്ങൾ എടുത്തിരിക്കുന്ന മെഴുകുതിരിയെങ്കിൽ, നിങ്ങളുടെ പവർ, അതായത് ഒരു ആത്മാർത്ഥമായിട്ടുള്ളൊരു പ്രാർത്ഥന, അതായത് എന്ത് കാര്യം തന്നെ ആയിക്കോട്ടെ, അതിലേക്കുള്ള ആ ഒരു ആത്മാർത്ഥമായിട്ടുള്ള അർപ്പണബോധം, അത് വളരെയധികം ശക്തിയായിട്ട് ഏതൊരു കാര്യത്തിലേക്കും വളരെയധികം ശക്തിയോടുകൂടി എത്താനായിട്ട് ഈ ഒരു പർപ്പിൾ കളറിന് സാധിക്കും. എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ദൈവത്തോട് നല്ലതുപോലെ മുട്ടിപ്പായി നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മെഴുകുതിരി വഴി ആ ഒരു കളറ്, ആ ഒരു പർപ്പിൾ കളർ വഴി നമുക്ക് സാധിക്കാനായിട്ട് പറ്റും. ഇനി പിങ്ക് കളറാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, സെൽഫായിട്ടുള്ള ഹാപ്പിനെസ്, സ്വയം സന്തോഷിക്കാൻ കഴിയുന്ന അവസരങ്ങൾ ലൈഫിലേക്ക് കടന്നു വരിക, നല്ല ഫ്രണ്ട്ഷിപ്പ്. ഇപ്പോൾ ഒത്തിരി ഫ്രണ്ട്ഷിപ്പുകൾ എന്നൊക്കെ പറയുന്നത് വളരെ കപടമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. സ്വന്തം കാര്യം നടക്കാനായിട്ട് സുഹൃത്തുക്കളോട് സൗഹൃദം പോലെ കാണിക്കുക, ചിരിക്കുക, സംസാരിക്കുക, കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോയിട്ട് പാര വയ്ക്കുക, അങ്ങനത്തെ ഒന്നും ഇല്ലാതെ നല്ല ഫ്രണ്ട്ഷിപ്പ്. സുഹൃത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും നല്ല വ്യക്തിയായിരിക്കണം, പരസ്പരം മനസ്സിലാക്കുന്നവരായിരിക്കണം.
ഒരാൾക്കൊരു പ്രശ്നം വരുമ്പോൾ ഇട്ടിട്ട് പോവാതെ എന്താണെന്ന് ചോദിച്ച് അറിഞ്ഞ് ഒപ്പം നിൽക്കുന്നവരായിരിക്കണം. അത്തരത്തിലുള്ള സുഹൃത്തുക്കളെയൊക്കെ കിട്ടാനായിട്ടും സന്തോഷകരമായി പോകാനൊക്കെ ആയിട്ട് ഈ ഒരു പിങ്ക് കളർ മെഴുകുതിരി വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്കത് സാധിക്കും. ഇനിയിപ്പോൾ നിങ്ങളുടെ ആത്മാർത്ഥമായ സുഹൃത്തുക്കളിൽ നിന്ന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മെഴുകുതിരി വഴി അത് വെച്ച് പ്രാർത്ഥിക്കുന്നത് വഴി നമുക്കത് സാധിക്കാനായിട്ട്, അതായത് ആ ഒരു ക്ലാരിറ്റി കുറവ് ഇല്ലാണ്ടാക്കി ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇനി വെള്ള കളർ, അതായത് നമ്മളെപ്പോഴും വാങ്ങി പ്രാർത്ഥിക്കുന്നത് ആ ഒരു മെഴുകുതിരി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവത്തിന് വളരെയധികം പ്രിയപ്പെട്ട ഒരു മെഴുകുതിരിയാണ് വൈറ്റ് കളറ്. കാരണം ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. സദാസമയം നിങ്ങളെ ദൈവം അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും നമ്മൾ വൈറ്റ് കളർ മെഴുകുതിരിയാണ് കത്തിക്കുന്നതെങ്കിൽ അതിന് ബ്ലെസ്സിങ്, അതായത് ഒരു സ്ഥാപനം തുടങ്ങട്ടെ, അല്ലെങ്കിൽ ഒരു വീട് പാർക്കലായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു വിവാഹമായിക്കോട്ടെ, അല്ലെങ്കിൽ എന്ത് തന്നെ ആയിക്കോട്ടെ, മാതാവിനോട് നമ്മൾ ഒരു കാര്യം പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുമ്പോൾ വൈറ്റ് കളർ മെഴുകുതിരി, അല്ലെങ്കിൽ ഈശോയോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ഉൾപ്പെടുത്തുമ്പോൾ എല്ലായ്പ്പോഴും നമ്മൾ വൈറ്റ് കളർ മെഴുകുതിരി ഉൾപ്പെടുത്തുമ്പോൾ അതിൽ നിന്ന് നമുക്ക് അനുഗ്രഹങ്ങളാണ്. നമ്മൾ നന്ദി പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കുള്ള ഒരു അനുഗ്രഹമാണ് അതുവഴി കിട്ടുന്നത്. അതായത് പുതിയൊരു തുടക്കം, ഏതൊരു തുടക്കത്തിനും വേണ്ടിയിട്ടും നമ്മുടെ ലൈഫിൽ ഇനി എന്താണോ തുടങ്ങാൻ പോകുന്നത് അതിനെല്ലാം കാണിക്കുകയാണ് ഈ ഒരു വെള്ള കളർ മെഴുകുതിരി. ഇനി ബ്ലാക്ക് കളർ മെഴുകുതിരി നമ്മൾ അധികം ആരും ഉപയോഗിക്കാറില്ല. എന്നിരുന്നാലും അതിനും ഒത്തിരി ഗുണങ്ങളുണ്ട്. അതായത് നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ്, മാനസികമായിട്ട് വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കാനായിട്ട് നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ, അതായത് നിരന്തരമായിട്ട് ഒരാൾ വന്ന് ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മാനസികമായിട്ട് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബ്ലാക്ക് കളർ മെഴുകുതിരി വാങ്ങിക്കാവുന്നതാണ്. അത് കത്തിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതെല്ലാത്തിനും നമുക്ക് വളരെയധികം ലൈഫിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്ന നിറങ്ങളാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റി ആ ഒരു കാര്യം നല്ലതുപോലെ ക്ലാരിറ്റിയോടെ നമ്മുടെ ലൈഫിൽ എത്താനായിട്ട് സാധിക്കും. ഈ പറഞ്ഞ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ വന്നു പോയിക്കൊണ്ടിരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏത് കളറാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ള വെച്ചാൽ ആ ഒരു കളർ മെഴുകുതിരി വാങ്ങി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. തുടർച്ചയായിട്ടുള്ള നിങ്ങൾ ആ ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ, അത് നിങ്ങൾക്കൊരു 20 ദിവസം എത്തുന്നതിന് മുൻപായിട്ട് അതിനൊരു ഫലം കണ്ടു തുടങ്ങും. അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും എല്ലാം നിറവേറട്ടെ. നിങ്ങളുടെ ശത്രുക്കളിൽ നിന്നും എല്ലാവരിൽ നിന്നും നിങ്ങൾക്ക് കൃത്യമായ സംരക്ഷണം ദൈവം നിങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം നിങ്ങൾ എന്ത് കാര്യമാണോ ആഗ്രഹിക്കുന്നത് വെച്ചാൽ ആ ഒരു കാര്യം എത്രയും വേഗം നടക്കട്ടെ എന്നും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സജഷൻസും കമൻസും എല്ലാം അറിയിക്കണം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.